പ്രത്യേകിച്ച് ഇൻട്രോയുടെ ആവശ്യമൊന്നുമില്ല. കൊല്ലകയിൽ ദേവകി അമ്മയെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതയാണ്. കൊല്ലകയിൽ ദേവകി അമ്മയുടെ ഒപ്പമാണ്, അമ്മയുടെ തപോവനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗാന്ധി ഭവന്റെ സ്നേഹാദരവ് സ്വീകരിച്ചിരിക്കുന്ന അമ്മയ്ക്കരികിലിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം പത്മശ്രീ നേടി, ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും പത്മശ്രീ നേടിയ അമ്മയ്ക്കൊപ്പം ഒരു നിമിഷം കൂടി ആയിരിക്കാൻ കഴിഞ്ഞതിൽ. കൊല്ലകയിൽ ഞങ്ങളുടെയൊക്കെ അഭിമാനമായ ദേവകി അമ്മയെ കാണാനും ആദരിക്കാനും ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗാന്ധി ഭവൻ സെക്രട്ടറിയും ഏഷ്യയിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ കുടുംബമായ ഗാന്ധി ഭവൻ്റെ നാഥനുമായ സോമരായ സാറും സഹധർമ്മിണിയും മരുമകനും അതോടൊപ്പം ഗാന്ധി ഭവൻ ആയാവർമ്പ് സെക്രട്ടറി ഷമീറും എത്തിയിരിക്കുകയാണ്. കൂടെ ചേതന FM-ലെ മീഡിയ ടീം എത്തിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഷമീർ സംസാരിക്കും. ഏറെ ആദരണീയയും ബഹുമാനീയമായ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച കാട് ഇല്ലാത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ. ഇവിടെ ഒരു വനം നിർമ്മിക്കുകയും അത് പരിപാലിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ഏറെ പ്രിയപ്പെട്ട ദേവകിയമ്മയെ ആദരിക്കുകയാണ്. ദേവകിയമ്മ ഈ സമൂഹത്തിന് നൽകുന്ന വലിയ സന്ദേശം പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ ചേർത്ത് പിടിക്കുക, ഈ ഒരു മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ദേവകിയമ്മയെ ആദരിക്കുവാനാണ് സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗവും പത്തനാപുരം ഗാന്ധി ഭവൻ്റെ സെക്രട്ടറി മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട തങ്കമണി ടീച്ചറെയും ഒപ്പമുണ്ട്. ദേവകിയമ്മയുടെ മകളാണ്. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇപ്പോൾ അമ്മയ്ക്ക് ശക്തി പകരുന്ന പ്രിയപ്പെട്ട ടീച്ചറെയും ഈ അവസരത്തിൽ കാണാൻ കഴിഞ്ഞു. ഗാന്ധി ഭവൻ്റെ ട്രസ്റ്റിയായിട്ടുള്ള പ്രസന്ന അമ്മച്ചിയും പ്രിയപ്പെട്ട ആയുഷേട്ടനും ചേതനയുടെ ടീമും അതിനൊക്കെ അപ്പുറത്ത് ഈ സന്ദേശങ്ങളൊക്കെ ഈ സമൂഹത്തിന് എത്തിക്കുന്ന പ്രിയപ്പെട്ട അനിൽ ബോസ് സാറ്, കൊല്ലക ദേവകിയമ്മയുടെ ജീവിത അനുഭവങ്ങളും ചരിത്രവുമൊക്കെ അനിൽ ബോസ് സാറ് തൻ്റെ വീഡിയോയിലൂടെ എപ്പോഴും സമൂഹത്തെ അറിയിക്കുന്നുണ്ട്. ചേതനയും ഇതിന് അമ്മയ്ക്ക് പുരസ്കാരം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ വന്ന് വീഡിയോ എടുത്തു. 7 ലക്ഷത്തിലധികം ആളുകളാണ് ആ വീഡിയോ കണ്ടത്. അപ്പോൾ എന്തുകൊണ്ടും ഈ സമൂഹത്തിന് വലിയ ആദരവായ കൊല്ലക ദേവകി അമ്മയ്ക്ക് ഗാന്ധി ഭവൻ്റെ ആദരവ് സമ്മാനിക്കുന്നത് ഡോക്ടർ പുനലൂർ സോമരാജൻ സാറ് അത് സമ്മാനിക്കും. സാറിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം. ഞാനിന്ന് കായംകുളത്തെ ഈ മനോഹര വനഭൂമിയിലെത്തിയപ്പോൾ വളരെ വിസ്മയത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. കൊല്ലകയിൽ ദേവകിയമ്മ എന്ന അമ്മ, ആ അമ്മ മനുഷ്യനെ മാത്രമല്ല സകല ജീവജാലങ്ങളെയും അമ്മ സ്നേഹിക്കുന്നു. അതിലൊപ്പം മുഴുവൻ സസ്യജാലങ്ങളെയും 5.5 ഏക്കർ സ്ഥലത്ത് അത് വെച്ച് പിടിപ്പിച്ച് ഈ ഷമീർ സൂചിപ്പിച്ചതുപോലെ വനഭൂമിയില്ലാത്ത ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു വനം സമ്മാനിച്ചിരിക്കുകയാണ്. എല്ലാ ഇനങ്ങളും ഇവിടെ ആദ്യം നമ്മൾ ഈ മുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് കമണ്ടലു എന്ന പഴയ കാലങ്ങളിൽ പൗരാണിക കാലഘട്ടങ്ങളിൽ സന്യാസിമാർ ഭിക്ഷാടനത്തിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു പാത്രം പോലെയുള്ള അതിവിടെ കായ്ച്ചു നിൽക്കുന്നു. അങ്ങനെ എന്തെല്ലാം അത്ഭുത വൃക്ഷങ്ങൾ, ഔഷധ വൃക്ഷങ്ങൾ ഒക്കെ ഈ ഭൂമിയെ ധന്യമാക്കുകയാണ്. കൊടും ചൂടിൽ നിന്ന് നമ്മളിവിടെ എത്തിയപ്പോഴും ഇവിടെ ഒരു നിതാന്തമായ സ്നേഹത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ ശാന്തതയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അമ്മയ്ക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയാണ് അമ്മയെ തേടിയെത്തിയത്. അമ്മ ഈ താൻ ചെയ്യുന്ന കർമ്മം ഒരു മഹാകാര്യമായിട്ടൊന്നും കണ്ടില്ല, അതിന് പ്രചരണവും നൽകിയില്ല. പക്ഷേ എല്ലാം അമ്മയെ തേടിയെത്തി. ഈ അമ്മയ്ക്ക് അമ്മയോടൊപ്പം മകൾ തങ്കമണി ടീച്ചർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ അടക്കം നിരവധി മേഖലകളെ സാമൂഹിക സേവനം കൊണ്ട് ധന്യമാക്കിയ വ്യക്തിത്വമാണ്. തങ്കമണി ടീച്ചറും ഈ അമ്മയും കൂടെ ചേർന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വിസ്മയ ലോകം ഈ ഭൂമിയിലുണ്ടായത്. ഇത് വളരെ മനോഹരവുമാണ്, ഉദാത്തവുമാണ്. നമ്മുടെ ഓരോ വനിതകളും അല്ലെങ്കിൽ സമൂഹത്തിലെ ഓരോരുത്തരും ഇത്തരം പ്രവൃത്തികൾ, നമ്മുടെ താമസ സ്ഥലത്തിന് ചുറ്റും കുറേ വൃക്ഷങ്ങൾ, അത് ഫലം കിട്ടുന്നതാകട്ടെ, അല്ലെങ്കിൽ ഔഷധ ഗുണം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ നമുക്ക് ശുദ്ധമായി നൽകാൻ കഴിയുന്നതാകട്ടെ,
അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായ ഏത് കാലാവസ്ഥയിലും നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയുന്നുള്ള ഒരു പാഠമാണ് ഈ മഹനീയായ ഈ അമ്മ നമുക്ക് സമ്മാനിച്ചത്. ഈ അമ്മ യഥാർത്ഥത്തിൽ ഒരു ദൈവ സ്വരൂപമാണ്, ഒരു ദേവിയാണ്. കാരണം ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും വൈഷമ്യങ്ങൾ, ഒരു കുടുംബമായി ജീവിക്കുന്നതെല്ലാം ഉണ്ടാവും. അതിനിടയിലും ഈ ഓരോ വൃക്ഷലതാദികളെയും പരിപാലിച്ച് മനോഹരമായ ഒരു അന്തരീക്ഷം നിലനിർത്തി പ്രകൃതിയെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അതാണ് ഈ അമ്മയെ തേടി പത്മശ്രീ എന്ന ഭാരതത്തിൻ്റെ പരമോന്നത പദവി എത്തിയത്. ഇനി അമ്മയ്ക്ക് ഒരുപാട് ആരോഗ്യത്തോടു കൂടി ഇത് പരിപാലിക്കുവാനും ഇത് കാണുവാനും, ഇങ്ങനെ അമ്മയെ തേടി വരുന്ന ആളുകളെ അമ്മയുടെ ഈ വിശിഷ്ട സന്ദേശം അമ്മ കാണിച്ചു കൊടുത്താൽ മതി, അങ്ങോട്ട് കൈ കൊണ്ട് കാണിച്ചാൽ മാത്രം മതി. അത് കാണിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിൽ ഒരുപാട് കാലം അമ്മയ്ക്ക് ആരോഗ്യത്തോട് ജീവിക്കാൻ ഈശ്വരൻ അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി പത്മശ്രീക്കും അപ്പുറം ഏതെങ്കിലും വലിയ ഉപഹാരങ്ങൾ അമ്മയ്ക്ക് നൽകാനുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം അമ്മയെ നൽകി ആദരിക്കണം. അമ്മയുടെ ഗാന്ധി ഭവൻ്റെ 1500-ലേറെ കുടുംബാംഗങ്ങൾ അധിവസിക്കുന്ന ഒരു കുടുംബമാണ് ഗാന്ധി ഭവൻ. ആ ഗാന്ധി ഭവൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞാൻ ഗാന്ധി ഭവൻ കുടുംബത്തിന് വേണ്ടി അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയ്ക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ.